ഞാൻ സാധാരണ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളൊരു പുസ്തകത്തിലെ ആൻസേഴ്സ് പഠിക്കുന്ന സമയത്ത് ആദ്യം ചോദ്യങ്ങൾ പഠിക്കണം. എന്താ പഠിക്കട്ടെ? ചോദ്യങ്ങൾ പഠിക്കണം. ചോദ്യം മാറിപ്പോയി, ചോദ്യം മനസ്സിലായില്ല എന്നുള്ള കാര്യം സാധാരണ പറയാറില്ലേ? അപ്പം ചോദ്യം എന്ത് ചെയ്യണം? എല്ലാം പഠിക്കണം. നിങ്ങൾക്ക് പഠിക്കേണ്ട സ്ഥലത്തെ ചോദ്യങ്ങളെല്ലാം കംപ്ലീറ്റ് പഠിക്കണം. ഓക്കെ. അതിനുശേഷം നിങ്ങളൊരു എസ്സേ ആണ് പഠിക്കുന്നതെങ്കിൽ അല്ലെ എന്തു ആയിക്കോട്ടെ, ചോദ്യം പഠിച്ചതിന് ശേഷം ആ എസ്സേയിലെ മെയിൻ ഹെഡിങ്സ് പഠിക്കണം. പറഞ്ഞേ, മെയിൻ ഹെഡിങ്സ്. നിങ്ങൾക്ക് എസ്സേസ് ഇല്ലേ? ഉണ്ട്, എസ്സേസ് ഉണ്ടല്ലേ? ആ എസ്സേസിലെ മെയിൻ ഹെഡിങ്സ് പഠിക്കണം. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ എന്തായിരുന്നു? ചോദ്യം പഠിച്ചു. രണ്ടാമത്തെ എന്താണ്? മെയിൻ ഹെഡിങ്സ് പഠിച്ചു. മൂന്നാമത്തേത് സബ് ഹെഡിങ്സ് ഉണ്ടെങ്കിൽ സബ് ഹെഡിങ്സ് പഠിക്കണം. എന്താ പഠിക്കണ്ടേ? സബ് ഹെഡിങ് പഠിക്കണം. അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ, ഒന്നാമത്തേത് ചോദ്യം പഠിച്ചു, രണ്ടാമത്തേത് മെയിൻ ഹെഡിങ് പഠിച്ചു, മൂന്നാമത്തേത് സബ് ഹെഡിങ്സ് പഠിച്ചു, നാലാമത്തേത് പാരഗ്രാഫ് പഠിക്കണം. ഒരു 4 പാരഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പഠിക്കാനുണ്ടോ? ഉണ്ട്. ശരി, ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അതിനകത്ത് 4-5 പാരഗ്രാഫ്സ് ഇല്ലേ? ഒരു പാരഗ്രാഫ്. ഇനി എങ്ങനെ പഠിക്കേണ്ടത് ഞാൻ പറയാം. എന്തു കാര്യം പഠിക്കേണ്ട സമയത്തും എന്നെ മൊത്തം നോക്കിയേ, ഇത് മൊത്തം കേട്ടതിന് ശേഷം എഴുതിയാൽ മതി. ഇപ്പൊ ഒന്നും എഴുതിയേക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ പുസ്തകം തുറന്നു വെച്ച് 3 പ്രാവശ്യം വായിക്കുക. എത്ര പ്രാവശ്യം വായിക്കണം? കേട്ടില്ല? 3 പ്രാവശ്യം വായിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങളുടെ പുസ്തകത്തില് എന്ത് ചെയ്യണം? ആ വായിക്കുന്ന ലൈനിലെ ആ ലൈനിന്റെ അടിയിൽ ഇങ്ങനെ പേന കൊണ്ട് ഊർത്തുക, അല്ലെങ്കിൽ മൂവ് ചെയ്തതുകൊണ്ട് വേണം വായിക്കാൻ. പേനടി ഇവിടം കൊണ്ടല്ല, ഏതുകൊണ്ടല്ല, നിബ്ബോണ്ടല്ല, നിബ്ബോണ്ടല്ല വരയ്ക്കുന്നത്. പിന്നെ എന്താണ്? ഇത് മതി, ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പരീക്ഷയ്ക്ക് എങ്ങനെ ഒരുങ്ങാം, ഇങ്ങനെ വരച്ചോണ്ട് വേണം വായിക്കാൻ. പേന കൊണ്ട് ഇങ്ങനെ ഊർത്തി വായിക്കേണ്ടതിന്റെ ആവശ്യകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ടെക്നോളജിയുടെ യുഗത്തിലാണ്. നമ്മൾ ഇഷ്ടംപോലെ ഷോർട്സ് കാണുന്ന ആൾക്കാർ. ഷോർട്സിന്റെ പ്രത്യേകത എന്താ? അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂൺസിന്റെ പ്രത്യേകത എന്താ? ജമ്പിങ് ആണ്. ഇപ്പൊ നിങ്ങൾ കാർട്ടൂൺസ്, നമ്മുടെ നേരത്തെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മുമ്പുണ്ടായിരുന്ന പിള്ളേർ എന്തായിരുന്നു? കാർട്ടൂൺസ് കാണുന്ന ആൾക്കാരായിരുന്നു. നിങ്ങളുടെ ജനറേഷന്റെ പ്രത്യേകത എന്താ? ഷോർട്സ് ആണ് കൂടുതലും. ആനിമേഷൻ ഷോർട്സ്, ആനിമേഷനേക്കാളും കൂടുതൽ ഷോർട്സിന്റെ ആൾക്കാരാണ്. പെട്ടെന്ന് ക്വിക്കായിട്ട് പോകുന്ന കാര്യങ്ങൾ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിന് കുറച്ചും കൂടി ജമ്പ് ചെയ്യും. അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ആ വായിക്കുന്ന കാര്യങ്ങൾ എവിടെ തങ്ങിയല്ല? നമ്മുടെ ബ്രെയിനിൽ തങ്ങിയല്ല. പക്ഷെ ഈ പേന കൊണ്ട് ഇങ്ങനെ ഊർത്തി വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സാധനം പോലും ഡിലീറ്റ് ആവാതെ കൃത്യമായിട്ട് കിട്ടും. അതുകൊണ്ടാണ് പേന കൊണ്ട് ഊർത്തി വായിക്കണം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അത് കണക്കായിക്കോട്ടെ, അതല്ലെങ്കിൽ സയൻസ് ആയിക്കോട്ടെ, ഏത് ടോപ്പിക്ക് വായിക്കുന്ന സമയത്തും അതിന്റെ അടിയിൽ ഇങ്ങനെ പേന കൊണ്ടോ അല്ലെങ്കിൽ വിരൽ കൊണ്ടോ. പണ്ടത്തെ ആശാന്മാര്, ടീച്ചർമാർക്ക് എത്ര പ്രായം ഉണ്ടാവും? ടീച്ചർമാര് കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. ശരി, ആ കളരിൽ പോയിട്ടുണ്ട്? ഇല്ല, പോയിട്ടില്ല. ഞാൻ കളരിൽ പോയിട്ടുണ്ട്. കളരിയിൽ ആശാൻ പണ്ടത്ത് ചെയ്യുമായിരുന്നു, ഓർമ്മയുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? കളരിയിൽ ആശാൻ ഇങ്ങനെ വിരൽ കൊണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഊർത്തിയായിരുന്നു വായിപ്പിച്ചോണ്ടിരുന്നത്. അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇത്രേ മാത്രമേ ഉള്ളൂ, അല്ലെ? സുരേഷ് സാർ ഓർക്കുന്നില്ലേ? അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇത്രേ മാത്രമേ ഉള്ളൂ, ഒരു സാധനം പോലും മിസ്സാവാൻ പാടില്ല. ഇങ്ങനെ ഊർത്തുന്ന സമയത്ത് കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾക്കറിയോ, നിങ്ങൾ വെറുതെ ഒരു പുസ്തകം എടുത്ത് വായിക്കുന്ന സമയത്ത് ഒരു 40% കാര്യങ്ങൾ നിങ്ങൾ കാണാതെ വിട്ടുകളയും. സീരിയസ്ലി, 40% കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല. അതാണ് അതിന്റെ സംഭവം എന്ന് പറയുന്നത്. ഈ 40% നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അതായത് 100% നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ പേന കൊണ്ട് ഊർത്തി വായിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക്. ഓക്കെ. അങ്ങനെ എത്ര പ്രാവശ്യം വായിക്കണം? 3 പ്രാവശ്യം വായിക്കണം. 3 പ്രാവശ്യം വായിച്ചതിന് ശേഷം കണ്ണടച്ച് പിടിക്കണം. കണ്ണടച്ചു പിടിച്ചിട്ട് ആ വായിച്ചത് മനസ്സിൽ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇതിന് പറയുന്ന പേരാണ് മനപ്പാഠവാക്ക്. എന്താ മനപ്പാഠവാക്ക് എന്ന് പറഞ്ഞാൽ? മനനം ചെയ്ത് പഠിക്കുന്നതാണ് മനപ്പാഠം. മനനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓർത്തെടുക്കുക മനസ്സിൽ. നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, മീഡിയം ടൈം മെമ്മറി ഉണ്ട്, ലോങ് ടൈം മെമ്മറി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ, ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകും. നമ്മൾ ഈ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് കൊണ്ട് മറന്നു പോകും. അത് ഷോർട്ട് ടൈം ആയതിന്റെ പേരിൽ. മീഡിയം ടൈം ആണെങ്കിൽ കുറച്ചു കാലത്തേക്ക് നിൽക്കും. ഓക്കെ. എന്നാൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് നമുക്ക് കാര്യങ്ങളെ കടത്തിവിട്ടെങ്കിലേ പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ കടത്തിവിടണമെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക്, ഒരു കാര്യം എത്ര പ്രാവശ്യം വായിക്കണം? 3 പ്രാവശ്യം. എന്തുകൊണ്ട് വരച്ച് വായിക്കണം? പേന കൊണ്ട് ഇങ്ങനെ അതിന്റെ താഴെക്കൂടി ഊർത്തി വായിക്കുക, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ഊർത്തി വായിക്കുക. അപ്പൊ നമുക്ക് പതുക്കെ വായിക്കാൻ പറ്റും, നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 3 പ്രാവശ്യം വായിച്ചിട്ട് പുസ്തകം അടച്ചു വെച്ചിട്ട് നമ്മൾ മനസ്സിൽ അത് ഓർത്തെടുക്കണം. അതിന് പറയുന്ന പേരാണ് മനനം ചെയ്യുക. എന്തായാലും പറയുന്ന പേര്? മനനം ചെയ്യുക. കിട്ടിയോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി പുസ്തകം തുറന്നു വെക്കുക. എന്നിട്ട് ആ പാരഗ്രാഫ് ഒന്നും കൂടി വായിക്കുക. അതോടുകൂടി, അല്ല 3 പ്രാവശ്യം കൂടി വായിക്കണേ. രണ്ടാമത് 3 പ്രാവശ്യം വായിക്കണം. വീണ്ടും പുസ്തകം അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഓർക്കുക. അതോടുകൂടി നിങ്ങളത് പഠിച്ചിരിക്കും. സാധാരണ നമ്മൾ ബൈഹാർട്ട് ആക്കാൻ വേണ്ടി ഇങ്ങനെ വായിച്ച് പഠിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയല്ല പഠിക്കുന്നത്. ഇങ്ങനെ പഠിച്ചാൽ മതി.
A+ വാങ്ങാം എന്ന് ഇവിടെ സാറ് പറഞ്ഞു. ഞാൻ അതിനുള്ള ടെക്നിക്കാ പറയുന്നത്, മേടിക്കാൻ നിങ്ങൾക്ക് 100% പറ്റും.